നമസ്കാരം. വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ്റെ വെൽനസ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്വാൻസ് ഫിസിക്കൽ ആക്ടിവിറ്റി ട്രെയിനിങ് പ്രോഗ്രാം ഇൻ സീനിയർ സിറ്റിസൺസ്. സീനിയർ സിറ്റിസൺസിൻ്റെ പോപ്പുലേഷൻ കൂടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മേക്ക് ദം ഇൻഡിപെൻഡൻറ്റ്, നോട്ട് ഓൺലി ടു ഡു എനി റിസ്കി ആക്ടിവിറ്റി ബട്ട് ഓൾസോ ടു ഡു ദർ ഡെയിലി ലിവിങ് ആക്ടിവിറ്റീസ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായി നമ്മോടൊപ്പം ഉള്ളത് പ്രൊഫസർ ജിബു ജോർജ് വർഗീസ്, പ്രൊഫസർ ഓഫ് ശ്രീരാമചന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ചെന്നൈ. സർ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. സർ, എങ്ങനെയാണ് ഈ ഒരു സെൻറ്ററിൻ്റെ ഐഡിയ നിങ്ങൾക്ക് വരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. ആർദ്ര ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ സീനിയർ സിറ്റിസൺസിൻ്റെ പോപ്പുലേഷൻ വളരെയധികം ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കംസ്റ്റാൻസസ് ആണ് നമ്മൾ കണ്ടുവരുന്നത്. മാത്രമല്ല അവർ പലരും അവരുടെ ഭവനങ്ങളിൽ തനിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. എന്ന് പറയുമ്പോൾ അവരുടെ മക്കൾ വിദേശത്തോ അല്ലെങ്കിൽ വേറെ സംസ്ഥാനങ്ങളിലോ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ അവർ സിംഗിളായിരിക്കുന്നു, പല കാരണങ്ങളാൽ സിംഗിളായിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു വ്യക്തി പല കാര്യങ്ങളിലും ഇൻഡിപെൻഡൻ്റ് ആകേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയാണ് ഈ ഹോപ്പ് സീനിയർ സിറ്റിസൺ സെൻറ്റർ എന്ന് പറയുന്ന ആശയം തന്നെ ഇവിടെ ഡെവലപ്പ് ആയിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പലരുമായിട്ട് ഇടപെടുന്നതിൻ്റെ നടുവിൽ വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ്റെ ചെയർമാനായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ഡിസ്കഷനാണ്, നമുക്ക് ഇങ്ങനെയുള്ള ഒരു പോപ്പുലേഷന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന ഒത്തിരി ഫിസിക്കലായിട്ടുള്ള എയിൽമെൻറ്റ്സ്, പ്രോബ്ലംസ് ഉണ്ട്. സോ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എന്തുകൊണ്ട് വരുന്നു, അതെങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു വഴിയിൽ കൂടി നമുക്കത് തടയാൻ പറ്റുമോ, ഇല്ലെങ്കിൽ അത് ഇച്ചിരി കൂടെ അവരുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് കംഫർട്ടബിൾ ആക്കി കൊടുക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആക്കി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡിസ്കഷൻ വന്നപ്പോഴാണ് ഈ ഒരു പ്രപ്പോസൽ മുമ്പോട്ട് വയ്ക്കുകയും അത് സ്വീകരിക്കുകയും അത് ഇപ്പോൾ ഈ കാണുന്ന അവസ്ഥയിൽ പ്രാവർത്തികമാക്കി തീർക്കുകയും ചെയ്തത്. സോ അങ്ങനെയാണ് ബേസിക്കലി ഇതിൻ്റേതായ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിപ്പോൾ ഈ ഒരു സെൻറ്റർ സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്തൊക്കെ ട്രെയിനിങ് ആണ് അവർക്ക് കൊടുക്കുക, അവരുടെ ഡെയിലി ലിവിങ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്നുള്ളത് എന്തൊക്കെയായിരിക്കും? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യന് ഞാൻ ആൻസർ പറയണമെങ്കിൽ സ്വല്പം ഡീറ്റെയിൽ ആയിട്ട് പോകണം. അതായത് ഒരു എഫക്റ്റ് ഓഫ് ഏജിങ് എന്ന് പറയും. ഒരു സാധാരണ രീതിയിൽ ഒരു വ്യക്തി പ്രായമാകുമ്പോഴത്തേന് ബോഡിയിൽ പല ചേഞ്ചസും വന്ന് തുടങ്ങും. പറഞ്ഞു വന്നാൽ നമ്മുടെ മസിൽ തൊട്ട് ബോൺസ്, പിന്നെ ജോയിൻറ്റ്സ്, ലിഗമെൻറ്റ്സ്, പിന്നെ ബാക്കി എല്ലാ സിസ്റ്റംസ് തന്നെയും, കാർഡിയാക് സിസ്റ്റം ആയാലും റീനൽ സിസ്റ്റം, ന്യൂറൽ സിസ്റ്റം, എല്ലാ സിസ്റ്റത്തിനും അതിൻ്റേതായ ഒരു എഫക്ട്സ് ഉണ്ട്. ഏജിങ്ങിൻ്റേതായത് അല്ലെങ്കിൽ പ്രായമാകുന്നതിൻ്റേതായത് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങും. അപ്പോൾ ഈ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ അതിനെ ഒരു അബ്നോർമൽ പ്രോസസ്സായിട്ട് ഒരിക്കലും കാണാൻ പറ്റത്തില്ല. കാരണം ഇറ്റ്സ് എ നാച്ചുറൽ ഫിനോമിനൻ. പ്രായമാകുന്നെന്ന് പറയുന്നത് ഇറ്റ്സ് എ നാച്ചുറൽ ഫിനോമിനൻ. പക്ഷേ അതിൽ സർപ്രൈസിങ് ആയിട്ടുള്ള ഫാക്റ്റ് എന്ന് വെച്ചാൽ, ഈ പ്രായമാവുന്നത് നമ്മളൊക്കെ വിചാരിക്കുന്നത് അതൊരു 60 വയസ്സ് അല്ലെങ്കിൽ ഒരു 70 വയസ്സ്, അതൊക്കെയാണ് പ്രായം എന്ന് പറയുന്നത്. പക്ഷേ ഇൻ റിയാലിറ്റി അത് ശരിക്കും തുടങ്ങുന്നത് ഒരു 30 ഇയേഴ്സ് തൊട്ട് തന്നെയാണ്. സോ ഒരു 30 ഇയേഴ്സ് തൊട്ട് തന്നെ അത് തുടങ്ങിയിരിക്കും. കാരണം നമ്മുടെ സ്കെലിറ്റൽ മെച്യൂരിറ്റി ഒരു 20-25 തീരും. സോ അവിടെ സ്കെലിറ്റലി നമ്മൾ മെച്യൂർ ആയി കഴിഞ്ഞു, നമ്മുടെ സിസ്റ്റംസ് എല്ലാം ഫോമായി ഒരു അഡോളസെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു ഫുൾ മെയിൽ അല്ലെങ്കിൽ ഫുൾ ഫീമെയിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫുൾ ഹ്യൂമൻ ബീങ് ആയി മാറിക്കഴിഞ്ഞു. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അവിടെ നിന്ന് ഒരു 5 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 10 ഇയേഴ്സാണ് നമ്മുടെ ഒരു കംപ്ലീറ്റ്ലി ഹെൽത്തി ലൈഫ് സ്പാൻ. അത് കഴിഞ്ഞിട്ട് ദർ ഇസ് എ സ്ലോ ഡിക്ലൈൻ. പക്ഷേ ആ ഡിക്ലൈനിൽ നിന്ന് ആ പ്രായമാകുന്ന പ്രോസസ്സ് വളരെ സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു 30, 40, 50 ഏതെങ്കിലും ഒരു കാരണവശാൽ പെട്ടെന്ന് ഒരു എന്താ പറയുക, ഒരു വീഴ്ച സംഭവിച്ചു, താഴെ വീണു, സ്റ്റെപ്സ് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ ഒരു വീഴ്ച സംഭവിച്ചു, അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പിന്നെ പോകുന്നു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരാഴ്ചയോ 2 ആഴ്ചയോ ബെഡ് റെസ്റ്റ് എടുക്കുന്നു. അപ്പോൾ ആ ബെഡ് റെസ്റ്റ് എടുക്കുന്ന ടൈം പീരീഡ് വളരെ ക്രൂഷ്യലാണ്. ആ ഒരു ടൈം പീരീഡിൽ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആണെങ്കിൽ അപ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തുള്ള മസിൽസ് ആയാലും ബോൺസ് ആയാലും അങ്ങനെ പല ആക്റ്റീവായിട്ടിരുന്ന സിസ്റ്റംസ് അല്ലെങ്കിൽ ഓർഗൻസ് എല്ലാം താൽക്കാലികമായിട്ട് കുറച്ച് നാളത്തേക്ക്, ആ 2 ആഴ്ചത്തേക്ക്
സൈലൻറ്റ് ഫേസിലോട്ട് പോവുകയാണ്. സോ അങ്ങനെ സൈലൻറ്റ് ഫേസിലോട്ട് പോയി കഴിയുമ്പോൾ അതിൻ്റേതായ ഒരു ഫിസിക്കൽ ചേഞ്ചസും അതിൽ കാണാം. കാരണം ഈ മസിൽ എന്ന് പറയുന്ന സ്ട്രക്ചർ നമ്മുടെ ശരീരത്തെ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. പക്ഷേ ആ മസിലിൻ്റെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ഓഫ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയും. അതായത് നമ്മൾ എത്രമാത്രം അതിന് വർക്ക് കൊടുക്കുന്നുവോ അതിനനുസരിച്ച് ആ മസിലിൻ്റെ ഷേപ്പും സ്ട്രക്ചറും മോഡിഫൈ ആയിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും ഇപ്പോൾ ഒരു ബോഡി ബിൽഡർ ആണെങ്കിൽ പോലും ബോഡി ബിൽഡ് ചെയ്യാനായിട്ട് മസിൽ ബിൽഡ് ചെയ്യാനായിട്ട് എക്സസൈസ് ചെയ്യുന്നു, വെയിറ്റ് പൊക്കുന്നു, അതനുസരിച്ച് ആ മസിലിൻ്റെ ഷേപ്പ് മാറിക്കൊണ്ട് അത് കൂടുതൽ വലുതുമാകും, സ്റ്റിഫും ആകും. അങ്ങനെ ഒരു അഡാപ്റ്റബിൾ ചേഞ്ചാണ് അവിടെ നടക്കുന്നത്. അതേ സമയത്ത് അതേ വ്യക്തി ചെയ്യുന്ന ബോഡി ബിൽഡിങ് എക്സസൈസ് നിർത്തിയിട്ട് വീണ്ടും വളരെ സെഡൻറ്ററി ആയിട്ടുള്ളൊരു ഓഫീസ് ജോബിന് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ മസിലിൻ്റെ മാസ് ദ സെയിം ടൈം മസിലിൻ്റെ സൈസ് ഇത് രണ്ടും കുറഞ്ഞ് തുടങ്ങും. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രായമാവുമ്പോൾ ഏജിങ് ഫാക്ടർ ഓൾസോ ആഡ്സ് ടു ഇറ്റ്. പ്രായമാവുമ്പോൾ നമ്മൾ കൂടുതലും ആൾക്കാർ ഒരു റിട്ടയർമെൻറ്റ് മൈൻഡ് സെറ്റിലോട്ട് വരും. ഒരു 55-60 ആകുമ്പോഴത്തേന് ഒരു റിട്ടയർമെൻറ്റ് മൈൻഡ് സെറ്റിലോട്ട് വരുമ്പോഴത്തേന് അവർ തന്നെ അങ്ങ് തീരുമാനിക്കും എനിക്ക് വയസ്സായി, അല്ലെങ്കിൽ പ്രായം ഇത്ര ആയില്ലേ, ഇനി എന്നാൽ പഴയതുപോലെ വേണ്ട. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അത് ഒത്തിരി ഡീറ്റീരിയോറേഷൻ, ബോഡി ഡീകണ്ടീഷനിങ് എന്ന് പറയും, അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് പോകും. സോ അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഒരു 30s-ലോ 40s-ലോ ഇരുന്ന ഒരു റിയാക്ഷൻ ടൈമോ അന്ന് ഇരുന്ന് നമ്മുടെ ഒരു ആക്ടിവിറ്റി ലെവലെല്ലാം മാറിപ്പോവും. അതുപോലെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പല സിറ്റുവേഷൻസിലും വീണ്ടും വീഴാം, അല്ലെങ്കിൽ എനിക്ക് പഴയതുപോലെ പറ്റുന്നില്ല, പണ്ടൊക്കെ ഞാൻ വളരെ വേഗത്തിൽ സ്റ്റെപ്പൊക്കെ കയറുമായിരുന്നു, ഇന്ന് എനിക്കത് കയറിക്കഴിഞ്ഞാൽ അണയ്ക്കുകയാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ചിലർ പറയുന്നത്. അല്ലെങ്കിൽ പഴയതുപോലെ എനിക്ക് വേഗത്തിൽ നടക്കാൻ പറ്റുന്നില്ല, നടന്നാൽ എനിക്ക് അണയ്ക്കും, ഭയങ്കര ഹെവി ആയിട്ടിരിക്കും. സോ അവർ തന്നെ തീരുമാനിക്കും അവർക്ക് പ്രായമായി, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ ചെയ്യാനുള്ള ആ ശേഷി കുറഞ്ഞു വന്നിരിക്കുന്നു എന്നൊക്കെ. പക്ഷേ ഇതിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ട് വരുമ്പോൾ നമ്മുടെ ആൾക്കാർ പലരും ഒരു മെഡിക്കൽ അറ്റൻഷൻ അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽപ്പ് എടുക്കാൻ ശ്രദ്ധിക്കാറില്ല. കാരണം ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അവന് ഒന്ന് കളിച്ചിട്ടോ അല്ലെങ്കിൽ നല്ലോണം ഓടിയിട്ട് വന്നു കഴിഞ്ഞാൽ അവനും അണയ്ക്കും. അപ്പോൾ ഈ അണയ്ക്കുക എന്ന് പറയുന്നത് ഈ ബോഡി വരുന്ന ആക്ടിവിറ്റി കഴിഞ്ഞുള്ള ഓക്സിജൻ ഡെഫിസിറ്റ് റിക്കവർ ആവുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രക്രിയയിൽ ആണ് ഈ അണയ്ക്കുന്ന ആ പ്രോസസ്സ് നടക്കുന്നത്. സോ അതിന് ഓക്സിജൻ ഡെപ്റ്റ് റിക്കവർ ആവുക എന്ന് പറയും. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു പ്രായമായ വ്യക്തി, ഇപ്പോൾ നമ്മൾ സ്കൂളിൽ ഓടി നടന്ന പോലെ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ അതുപോലെ ഓടാറില്ല, സ്റ്റെപ്സ് കയറുന്ന ചുരുക്കമായിരിക്കും, അല്ലെങ്കിൽ അത്രയും ആക്ടിവിറ്റി ലെവൽ വളരെയധികം കുറഞ്ഞിരിക്കും. സോ അണയ്ക്കുക എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി, പെട്ടെന്ന് ഒരു ആക്ടിവിറ്റി ചെയ്തിട്ട് പാൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അണയ്ക്കുക എന്ന് പറയുന്നത് വളരെ നാച്ചുറലാണ്, സ്വാഭാവികമാണ്. പക്ഷെ നമ്മുടെ ചില ആൾക്കാരത് എന്നെയും കൊണ്ട് പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് ആ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയിൽ നിന്ന് പിന്മാറും. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവർ വീണ്ടും ഡീകണ്ടീഷൻ ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു 3 ഫ്ലോർ ഓടി ചാടി കയറിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി പിന്നീട് ഒരു 10 വർഷം കഴിഞ്ഞ് എന്നെയും കൊണ്ട് പഴയതുപോലെ പറ്റുന്നില്ല, പിന്നെ അതൊരു ഫ്ലോറാവും. ഒരു ഫ്ലോർ കയറി കഴിയുമ്പോൾ തന്നെ അണയ്ക്ക് ഇനിയും വയ്യ. പിന്നെ ആ വ്യക്തി ഒരു 10 വർഷം കൂടെ, ഒരു 5 വർഷമോ 10 വർഷം കൂടെ കഴിയുമ്പോഴത്തേന് എന്നെ കൊണ്ട് ഒട്ടുമേ തന്നെ വയ്യ, എന്നെ കൊണ്ട് അങ്ങനെ ഓടിക്കയറാൻ വയ്യ എന്നും പറഞ്ഞ് ഒരു സെൽഫ് സറണ്ടറിങ് ഒരു മോഡിലോട്ട് അങ്ങ് പോകും. സോ അങ്ങനെ ഒരു സർക്കംസ്റ്റാൻസിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഒരു ടോട്ടൽ ഡീകണ്ടീഷനിങ് ആണ് നമ്മളവിടെ കാണുന്നത്. ഇങ്ങനെ ഒരു വ്യക്തി പെട്ടെന്ന് കൺഫ്രണ്ട് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ചാലഞ്ചസ് അതിനെ തരണം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടും. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടുവരുന്നത്. സോ അതിനോടുള്ള ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ബേസിക്കലി നമ്മളിവിടെ ഈ അഡ്വാൻസ്ഡ് ഫിസിക്കൽ ആക്ടിവിറ്റി പ്രോഗ്രാമിൽ ഹോപ്പ് സീനിയർ സിറ്റിസൺ സെൻറ്ററിൽ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ പല ഫേസസ് ഉണ്ട്. ഇപ്പോൾ ആർദ്ര ചോദിച്ച പോലെ അത് ഡീറ്റെയിൽഡായിട്ട് പറയാം. സർ, മസിൽ സ്ട്രെങ്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസിൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു സെൻറ്ററിൽ പ്രൊവൈഡ് ചെയ്യുക, എന്തൊക്കെ ട്രെയിനിങ് ആണ് കൊടുക്കുക എന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ചെയ്യാം. സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറയുന്നത് എല്ലാ ഇടങ്ങളിലും കൊടുക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അത് ഏതെങ്കിലും നമ്മളൊരു ജിമ്മിൽ പോയാലോ അല്ലെങ്കിൽ ഒരു ഫിസിയോതെറപ്പി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയാലോ അതൊക്കെ സ്ട്രെങ്ത് ട്രെയിനിങ് അവിടെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിലും വ്യത്യസ്തമായിട്ട് നമ്മളിവിടെ ട്രെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഏജ് കാറ്റഗറി ഉണ്ട്. അതായത് 50+ അല്ലെങ്കിൽ 55+ അങ്ങനെയുള്ള ആൾക്കാർ. നോട്ട് ലിമിറ്റഡ് ടു 50 ഓർ ഓൾസോ,
നമുക്ക് 45 തൊട്ട് തുടങ്ങാം. അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഞാൻ പറയാം. അതിന് മുമ്പ് ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഇന്ന പോലെ ഈ ഒരു പാൻറ്റിങ്ങിൻ്റെ ഒരു അണയ്ക്കുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഈ അണയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നോർമൽ പ്രോസസ്സിൽ തന്നെ അണയ്ക്കും. ഡീകണ്ടീഷനിങ് കാരണം അണയ്ക്കും. അപ്പോൾ ലങ്സിന് ഓക്സിജൻ വീണ്ടെടുക്കാൻ, സ്പെൻഡായ ഓക്സിജൻ വീണ്ടെടുക്കാനുള്ള ടൈം വേണം. അതേ സമയത്ത് ഈ അണയ്ക്കുക എന്ന് പറയുന്നതിനാണ്, അല്ലെങ്കിൽ വിമിഷ്ടം വരിക എന്ന് പറയും, അതിന് ഡിസ്നിയ എന്ന് പറയും. ടെക്നിക്കലായിട്ടുള്ള ടേമിൽ ഡിസ്നിയ എന്ന് പറയും. അത് പലർക്കും ഇപ്പോൾ ഒരു കാർഡിയാക് കണ്ടീഷൻ ഉണ്ടെങ്കിലും വരും. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരുമ്പോൾ നമ്മളെപ്പോഴും ഒരു ഫിസിഷ്യനെ കാണുന്നത് നല്ലതായിരിക്കും. ഫിസിഷ്യനെ കണ്ട് ഒരു വൺസ് ഇൻ 6 months അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലെങ്കിൽ വൺസ് ഇൻ 1 year അറ്റ്ലീസ്റ്റ് ഒരു ഫുൾ ബോഡി ചെക്കപ്പ് എടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ പർട്ടിക്കുലർ കംപ്ലയിൻറ്റിന് അനുസരിച്ചുള്ള ഒരു ചെക്കപ്പ് എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം വേറെ മെഡിക്കൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലെന്ന് റൂൾ ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ട്രെയിനിങ്ങിന് വരേണ്ടത്. അതേസമയത്ത് ഈ സെൻറ്ററിലും ഞങ്ങൾ ബേസിക് പാരാമീറ്റേഴ്സ് എല്ലാം ചെക്ക് ചെയ്യുന്നതായിരിക്കും. അതായത് ഇവിടെ ട്രെയിൻ ചെയ്യാൻ വരുന്നവരുടെ ബ്ലഡ് പ്രഷറും ഓക്സിജൻ സാച്ചുറേഷൻ, ഹാർട്ട് റേറ്റ്, പൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ഞങ്ങളുടെ സൂപ്പർവൈസ്ഡ് സെഷൻസിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി കാണുകയാണ്, അതായത് വയസ്സിനും റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റിക്കും മീതെ ഒരു അബ്നോർമൽ ചേഞ്ച് കാണുകയാണെങ്കിൽ ഞങ്ങൾ ഉടനെ അതും സജസ്റ്റ് ചെയ്യും. നിങ്ങൾ ഫുൾ ഒരു ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഇനിയും നമുക്കിത് തുടർന്നാൽ മതി, അതുകൊണ്ട് നിങ്ങളതിന് വേണ്ടിയതായ കാര്യങ്ങളിലേക്ക് ആദ്യം കിടക്കാൻ പറയും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഈ കാര്യം പറയുന്നത്. പിന്നീട് ഇപ്പോൾ ആർദ്ര ചോദിച്ചതിൻ്റെ മസിൽ സ്ട്രെങ്ത്തിൻ്റെ കാര്യം. ഇപ്പോൾ ഈ മസിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ അഡാപ്റ്റബിലിറ്റി. സോ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഏത് കാര്യം ചെയ്യുന്നോ, പിന്നെ ഏതൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നുവോ ആ ഒരു ആക്ടിവിറ്റിയിലോട്ട് ഇത് ട്രെയിനായി വരിക, അതിനാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. പിന്നീട് അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറി അത് ആ പർട്ടിക്കുലർ ആക്ടിവിറ്റിക്ക് വേണ്ടി അത് ട്രെയിനായി അതിനനുസരിച്ച് അത് ഒരു ഷേപ്പ് എടുക്കും. അത് ഇൻഡിവിജ്വൽ, നമ്മൾ ഈ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ മസിലായിരിക്കാം, ഒറ്റ മസിലായിരിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് മസിൽസ്, അപ്പർ ലിംബ്, കൈയുടെ മസിൽസിന് നമ്മളങ്ങനെ പറയും. ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിക്ക് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. സോ അഗെയിൻ മസിൽ സ്ട്രെങ്ത് ഇസ് ഓൾസോ ബേസ്ഡ് ഓൺ ദ ഇൻഡിവിജ്വൽസ് റിക്വയർമെൻറ്റ്. പ്രായമുള്ള ഒരു വ്യക്തി, ഇപ്പോൾ 80-ലിരിക്കുന്ന ഒരു അമ്മച്ചിക്ക് ഞാൻ വെയിറ്റ് ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഡേ ടു ഡേ അവരുടേതായ കാര്യങ്ങൾ നോക്കാൻ, വ്യക്തിപരമായ കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്ങിൽ തന്നെ അത് പല ക്ലാസിഫിക്കേഷനുണ്ട്. ലീഷർ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് ഉണ്ട്, അതുപോലെ ബേസിക് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്, അതായത് ടോയ്ലറ്റ് പോകുക, കിടക്കുന്ന ബെഡിൽ പോയി ഇരിക്കുക, അവിടെ നിന്ന് തിരിച്ച് എഴുന്നേൽക്കുക, ഒരു ചെയറിലോട്ട് മാറിയിരിക്കുക, പിന്നെ ശ്രദ്ധിച്ച് ഒരു സ്റ്റെപ്സ് ഇറങ്ങി വീണ്ടും സ്റ്റെപ്സ് കയറി വരിക, ഇങ്ങനെയുള്ള ബേസിക് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്ങിൽ എത്രമാത്രം ഇൻഡിപെൻഡൻ്റ് ആകാൻ പറ്റുമോ അതിനായിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും കൊടുക്കുന്നത്. സോ ദിസ് ഇസ് പ്യുവർലി ഇൻഡിവിജ്വലൈസ്ഡ്. ആ വ്യക്തിക്ക് എന്താവശ്യമുണ്ടോ അതിന് തക്ക ഒരു ട്രെയിനിങ് ആയിരിക്കും. അതേ സമയത്ത് വളരെ നേരത്തെ, ഞാൻ പറഞ്ഞില്ലേ, ഒരു 45 years തൊട്ട് ഒരു ട്രെയിനിങ്ങിന് വരികയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു റിസർച്ചിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ 30 years തൊട്ട് ഡിക്ലൈൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ നമ്മളത് അറിയത്തില്ല, കാരണം വി ആർ ബിസി വിത്ത് അവർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. പക്ഷേ 45 years തൊട്ട് 45ാമത്തെ വയസ്സ് തൊട്ട് നമ്മളൊരു ആഴ്ചയിൽ ഒരു 2 ദിവസം ഇങ്ങനെ ഒരു സെൻറ്ററിൽ വന്ന് ട്രെയിൻ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അന്നത് ഈ 45ാമത്തെ വയസ്സിൽ ട്രെയിൻ ചെയ്യുന്ന വ്യക്തിക്ക് ഒരുപക്ഷെ അത് വളരെ സിമ്പിളായിരിക്കും, നിസ്സാരമായിട്ട് തോന്നും. അത് ശരിയാണ്, നിസ്സാരമാണ്. പക്ഷേ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ട്രെയിൻ ചെയ്ത ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് അതിൻ്റെ നെക്സ്റ്റ് പ്രോഗ്രസീവ് ലെവലിലോട്ട് പോകും. മനസ്സിലായോ? അതായത് ഇന്ന് ട്രെയിൻ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ആക്ടിവിറ്റിയുടെ 2 round ആയിരിക്കും. അത് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ടും അറിയുന്നില്ല, ഹി ഓർ ഷീ ഈസ് കംപ്ലീറ്റ്ലി ഫൈൻ. സോ അടുത്ത സെഷനിൽ വരുമ്പോൾ വീണ്ടും അത് തന്നെ ചെയ്യും. അടുത്ത ആഴ്ച വരുമ്പോൾ അത് മാറി 2 റിപ്പീറ്റേഷനുള്ളത് ഞങ്ങൾ അത് 3 or 4 ആക്കും. ഓഫ് കോഴ്സ് അഗെയിൻ ഇത് എക്സസൈസ് ആക്ടിവിറ്റി ആയതുകൊണ്ട് നമ്മൾ പാരാമീറ്റേഴ്സ് മെഷർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് വീണ്ടും റെസ്പോൺസ് നോക്കും എങ്ങനെ ഉണ്ടെന്ന്. സോ ഇങ്ങനൊരു സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ ഇൻഡിപെൻഡൻറ്റ് പാരാമീറ്റേഴ്സ് കൂടുതൽ ഡെവലപ്പ് ആക്കിക്കൊണ്ട് വരികയാണ്. ഇൻഡിപെൻഡൻറ്റ് ഫിസിക്കൽ പാരാമീറ്റേഴ്സ്, ഫിസിക്കൽ ഫങ്ഷണൽ പാരാമീറ്റേഴ്സ് എന്ന് പറയും. സോ അങ്ങനെ ഓരോ സിസ്റ്റമും നമ്മൾ സ്പെസിഫിക് ആയിട്ട് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുമ്പോൾ
അതിൻ്റേതായ ബെനിഫിറ്റ്സ് കാണാൻ തുടങ്ങും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ പല ബ്ലഡ് പാരാമീറ്റേഴ്സ് നോക്കുമ്പോഴും വളരെ വേരിയേഷൻസ് കാണും ചിലർക്ക്. അപ്പോൾ വേരിയേഷൻസ് കാണുമ്പോൾ അവർ ചോദിക്കുന്നത് ഞാൻ സാധാരണമായിട്ടേ കഴിക്കുന്നുള്ളൂ, ഞാൻ അമിതമായിട്ട് കഴിക്കാറില്ല, എന്തുകൊണ്ട് എനിക്കിങ്ങനെ വരുന്നു? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, നമ്മൾ കഴിക്കുന്ന കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യാനുള്ള ആക്ടിവിറ്റി നമ്മുടെ കയ്യിലില്ല. സോ നമ്മൾ എന്ത് കഴിക്കുന്നുവോ, ഇപ്പോൾ ഒരുപക്ഷെ എനിക്ക് പയറുവർഗ്ഗം ഒത്തിരി ഇഷ്ടമായിരിക്കും. സോ പയറുവർഗ്ഗത്തിൽ ഒത്തിരി വൈറ്റമിൻസ് ഉണ്ട്, സമ്മതിച്ചു. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ശരീരത്തിന് ആവശ്യമായ ഒരളവുണ്ട്. അളവിൽ കൂടുതലായിട്ട് നമ്മൾ കഴിച്ചാലോ, അല്ലെങ്കിൽ ലെറ്റ്സ് മീറ്റ് കഴിക്കുക, മീറ്റ് കഴിക്കുന്നവർക്ക് അവരുടെ ശരീരത്തിന് ഒരളവുണ്ട്. അതിൽ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പെൻഡ് ചെയ്യാനുള്ള റൂട്ട് അവർക്കില്ല. അതിൻ്റേതായ ബൈ പ്രോഡക്ട്സ് അത് യൂട്ടിലൈസ് ആയി പോകണം, അല്ലെങ്കിൽ നമ്മളത് യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്തില്ലെങ്കിൽ അത് പിന്നീട് ഈ ബോഡി തന്നെ റെസിഡ്യൂ ആയിട്ട് കിടന്നിട്ട് വീണ്ടും നമ്മൾ വേറെ അത് തന്നെ കഴിക്കുകയാണ്. സോ അത് റെസിഡ്യൂ ആയിട്ട് കിടന്നിട്ട് അത് അവിടെ കിടക്കും. പിന്നെ ആയിരിക്കും നമ്മൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നത്. പിന്നെ ഡോക്ടർ പറയും നിങ്ങൾ ഒരു ഫിസിയോതെറപ്പിസ്റ്റിനെ കാണണം. ഫിസിയോതെറപ്പിസ്റ്റ് പിന്നെ അന്നേരം പിന്നെ വെയ്റ്റ് ട്രെയിനിങ്ങിലിടും, വെയ്റ്റ് ട്രെയിനിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. പിന്നീട് നമ്മൾ കാണും ആ വെയ്റ്റ് ട്രെയിനിങ് കഴിയുമ്പോഴത്തേന് ഈ പാരാമീറ്റേഴ്സ് ഇച്ചിരൂടെ നോർമലൈസ് ആവുന്നതാണ്. സോ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസിലാണ് ഇത് വളരെ എവിഡൻ്റാണ് നമ്മുടെ ആക്ടിവിറ്റി ലെവലിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കാണുന്നത്. സോ ഇപ്പോൾ ഒരു IT പ്രൊഫഷണലാണ്, സ്ഥിരം ഓഫീസിൽ പോയിട്ട് വരുന്നു, കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് വർക്ക് ചെയ്യുന്നു. സോ മെൻ്റലി യെസ് ഹി ഈസ് വർക്കിംഗ് വെരി ഹാർഡ്, ബട്ട് വാട്ട് അബൌട്ട് ഫിസിക്കലി? സോ ദാറ്റ് ഈസ് ഓൾസോ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ മസിൽ അഡാപ്റ്റേഷൻ എല്ലാവർക്കും ആവശ്യമാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു ഓഫീസ് വർക്കർ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് വർക്കർ ആണെങ്കിൽ പോലും, അദ്ദേഹത്തിന് റെഗുലർ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫാമിലി കാണും, ആ ഫാമിലിയും കൊണ്ട് വെളിയിൽ പോകണം. പെട്ടെന്ന് കാറിലായിരിക്കും പോകുന്നത്. കാർ എവിടെയെങ്കിലും വെച്ച് ഒരു ഫോർ എക്സാമ്പിൾ ഒരു ടയർ പങ്ക്ചറായി കഴിഞ്ഞാൽ, ഹൈവേ വെച്ച് പങ്ക്ചറായി കഴിഞ്ഞാൽ നമുക്കവിടെ അസിസ്റ്റൻസ് ഇല്ല, നമ്മൾ തന്നെ അത് ടയർ മാറ്റേണ്ടി വരും. അങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴായിരിക്കും ഓർക്കുന്നത് നമുക്ക് പണ്ടൊക്കെ എനിക്കൊരു ടയർ പൊക്കാൻ പറ്റുമായിരുന്നു, ഇന്ന് എന്നെ കൊണ്ട് അത് പറ്റുന്നില്ലല്ലോ, അപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അങ്ങനെയുള്ള ഒരു ചോദ്യം വരും. സോ അവിടെ എന്താണ്, വാട്ട് ഈസ് എ കോമ്പണൻറ്റ് ദെയർ? അവിടെ അണയ്ക്കുന്നില്ല, പക്ഷേ അവിടെ ആ ഒരു ടയറിൻ്റെ ഒരു വെയിറ്റ് പോലും ഭാരം പോലും ഇച്ചിരി പ്രയാസപ്പെട്ടാണ് അത് പൊക്കുകയും അത് ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ആൾക്കാർ ഓരോന്നും ചിന്തിച്ച് തുടങ്ങുന്നത്. അതൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ പല എക്സാമ്പിൾസ്, പല കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യാൻ ആളില്ല, അല്ലെങ്കിൽ ഒരു ഗ്യാസ് സിലിണ്ടർ, വീട്ടിലിരിക്കുന്ന ഗ്യാസ് സിലിണ്ടർ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് മാറ്റാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് പെയിൻറ്റിങ് വർക്ക് നടക്കുന്നു, നമുക്ക് വളരെ വില പിടിച്ച ഒരു സാധനം അവിടെ ഉണ്ട്, വേറെ ആരെയും കൊണ്ടും തൊടാൻ സമ്മതിക്കാത്ത സാധനമായിരിക്കും, ഒരു വലിയ ക്ലോക്കായിരിക്കും, ആ ക്ലോക്ക് നമ്മളെടുത്ത് മാറ്റി വയ്ക്കുമ്പോഴോ, അങ്ങനെ എനിത്തിങ് ക്യാൻ ബി ദ സിറ്റുവേഷൻ. സോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ പെട്ടെന്നായിരിക്കും ചെയ്യുന്നത്, നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതിനുള്ള മസിൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ മസിൽ ആക്ടിവിറ്റി നമുക്കുണ്ടോ? അതാണ് അപ്പോൾ മനസ്സിൽ കൂടെ ഓടുന്ന ഒരു ക്വസ്റ്റ്യൻ. ശരിക്കും ക്വസ്റ്റ്യൻ അല്ല, അത് ശരിക്കും ആൾ ചെയ്യാൻ നോക്കും, ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആയിരിക്കും ചിന്തിക്കുന്നത് പണ്ട് എന്നെ കൊണ്ട് പറ്റുമായിരുന്നല്ലോ, ഒരു പക്ഷേ എനിക്ക് പ്രായമാവുന്നതുകൊണ്ടാണോ എന്നെ കൊണ്ട് ഇപ്പോൾ പറ്റാത്തത്. അങ്ങനെ ഒരു ഏജ് ഒരു ടാബുമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന വളരെ കോമൺ ഫിനോമിനനാണ്. പലരിൽ നിന്നും നമുക്ക് കേൾക്കാം. അതുപോലെ ഇപ്പോൾ ഒരു ഫിസിയോതെറപ്പി ഡിപ്പാർട്ട്മെൻറ്റിൽ പോലും വരുവാണെങ്കിൽ പ്രായമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 60+, 65+ ഒരു ലേഡി വരുവാണെങ്കിൽ നമ്മൾ ഇച്ചിരി എക്സസൈസൊക്കെ ചെയ്യണം, ഞാൻ സ്വല്പം എക്സസൈസൊക്കെ പറഞ്ഞുതരാം, ആ എക്സസൈസൊക്കെ ഒന്ന് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നത് ഈ പ്രായത്തിൽ ഇനി ഞാൻ എന്തോ എക്സസൈസ് ചെയ്യാനാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ പ്രായത്തിൽ എക്സസൈസ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഹൈ ഇൻറ്റൻസിറ്റി ആക്ടിവിറ്റി ലെവലിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. വളരെ പ്രോഗ്രസീവായിട്ട് സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത സ്റ്റെപ്പിൽ നിന്ന് അടുത്ത ഓരോ സ്റ്റെപ്പും വെച്ച് കയറുന്ന രീതിയിലുള്ള എക്സസൈസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതും വിത്തിൻ എ പീരിയഡ് ഓഫ് 1 month or 2 months ആൻഡ് ദെൻ കണ്ടിന്യൂയിങ് ദ സെയിം. അതേ എക്സസൈസ് നമ്മൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ആ ഒരു ആക്ടിവിറ്റി ലെവലോ ആക്ടിവിറ്റി കപ്പാസിറ്റി, ഫിസിക്കൽ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. നമ്മൾ എന്ന് ആ ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്യുന്നോ അന്ന് നമ്മുടെ ആ കപ്പാസിറ്റി അവിടെ കുറഞ്ഞുകൊണ്ടേയിരിക്കും, പിന്നെയും ഡീറ്റീരിയറേഷൻ നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ ബോഡി അതിന് അഡാപ്റ്റഡ് ആണ്. സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ്. അതിന് മസിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫേസ് ആണ്. നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ട്രെയിനിങ് ആണ്. ഈ മസിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്
ഞാൻ പറഞ്ഞല്ലോ 30ാമത്തെ വയസ്സ് തൊട്ട് ഇത് ഡിക്ലൈൻ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എത്രമാത്രം നമ്മൾ ആക്ടിവിറ്റി ചെയ്യുന്നു അതനുസരിച്ച് അതിൻ്റെ ഷേപ്പും അതിൻ്റെ കപ്പാസിറ്റിയും സ്ട്രെങ്ത്തും മെയിൻറ്റെയിൻ ആയിക്കൊണ്ടേയിരിക്കും. ഡെവലപ്പായത് നമുക്ക് മെയിൻ്റെനൻസ് ഫേസിലോട്ട് പോകാം. ഇല്ല എനിക്ക് സ്വല്പം കൂടെ ഡെവലപ്പ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെവലപ്പും ചെയ്യാം. അതുകൊണ്ടാണ് വെസ്റ്റേൺ വേൾഡ് നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ വീക്കെൻഡ്സൊക്കെ അവർക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്. അവർ വീക്കെൻഡ്സ് വീട്ടുകളിൽ അത്രയും ടൈം സ്പെൻഡ് ചെയ്യാറില്ല. പ്രത്യേകിച്ച് വെസ്റ്റേണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവർ പലപ്പോഴും ട്രക്കിങ് അങ്ങനെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിനായിട്ട് പോകും. അല്ലെങ്കിൽ സൈക്ലിങ്, ട്രക്കിങ്, ക്യാമ്പിങ് അങ്ങനെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിന് പോകും. ദേ കീപ് ദംസെൽസ് ആക്റ്റീവ് ആൻഡ് ബിസി. സോ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അതേസമയത്ത് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലൊക്കെ നമ്മളതൊരു അനാവശ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ ഞാൻ റെസ്റ്റ് എടുക്കാൻ പോലും എനിക്ക് സമയമില്ല, ഞാൻ എവിടെ ട്രക്കിങ്ങിന് പോകുന്നതെന്നാണ് സാധാരണ രീതിയിൽ ആൾക്കാർ ചോദിക്കുന്നത്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കീപ് ഫിസിക്കലി ആക്റ്റീവ് ആൻഡ് ഓൾസോ ടേക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. അതിനെക്കുറിച്ച് അറിയാവുന്നവരോട് പോയി ഡിസ്കസ് ചെയ്ത് അതിനെക്കുറിച്ച് എന്താ ചെയ്യേണ്ടത്, എൻ്റെ ആക്ടിവിറ്റി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഡിസ്കസ് ചെയ്യുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്ട്രെങ്ത് ട്രെയിനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമുക്ക് സ്ട്രെങ്ത് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്യാൻ പറ്റുക? നമ്മുടെ പ്രത്യേകിച്ച് ഈ സീനിയർ സിറ്റിസൺ സെൻറ്ററിൽ, ഹോപ്പ് സീനിയർ സിറ്റിസൺ സെൻറ്ററിൽ നമുക്കുള്ളത് സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്ട്രെങ്ത് ട്രെയിനിങ് സ്റ്റേഷൻ തന്നെയുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ പുറകിലായിട്ട് കാണുന്ന ഒരു ഫ്രെയിമാണ്. ആ ഫ്രെയിമിലുള്ള ഹുക്സ് വെച്ച് ഇലാസ്റ്റിക് ട്യൂബ്സ്, ഇലാസ്റ്റിക് ബാൻഡ്സ്, ഇലാസ്റ്റിക് ലൂപ്സ്, സോ ഈ ഉപകരണങ്ങൾ വെച്ച് അത് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു കളർ കോഡിംഗ് ഉണ്ട്. പല കളറിലുള്ള പല ലൂപ്സ് ആയാലും ബാൻഡ്സ് ആയാലും ഓരോന്നിനും ഓരോ സ്ട്രെങ്ത്താണ്. സോ നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മസിൽ, ട്രെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ മസിലിന്, ആ വ്യക്തിയുടെ ആ മസിലിൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ച് നമ്മൾ ആ കളർ കോഡിങ്ങിലുള്ള ലൂപ്സ്, ബാൻഡ്സ് യൂസ് ചെയ്യും. അത് ഒരു ഭാഗം. പിന്നീട് അതിന് മുമ്പേ നമ്മൾ ഡംബെൽസ്, വെയ്റ്റ് കഫ്സ്, ഈ കാലിൽ തന്നെ കെട്ടി വയ്ക്കാവുന്നതായ വെയ്റ്റ് കഫ്സ് ഉണ്ട്. വെയ്റ്റ് കഫുമായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യും. പിന്നെ ഡംബെൽസുമായിട്ട് ചെറിയ ചെറിയ വെയ്റ്റ്സ് ഉണ്ടല്ലോ, വെയ്റ്റ്സുമായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യും. അത് ജനറലൈസ്ഡ് ആയിട്ട് ചെയ്യത്തില്ല. ആ ഒരു ഇൻഡിവിജ്വലിന് എത്രമാത്രം RM എന്ന് പറയും, റിപ്പിറ്റേഷൻ മാക്സിമം. അതാണ് ഞങ്ങൾ ടെക്നിക്കലായിട്ട് യൂസ് ചെയ്യുന്ന ടേം. അപ്പോൾ ആ വ്യക്തിയുടെ 1RM എന്തുവന്ന് ആദ്യം മെഷർ ചെയ്തിട്ട് അതിൻ്റെ 1/10 ആയിരിക്കും ട്രെയിനിങ്ങിന് കൊടുക്കുന്നത്. അത് തന്നെ നമ്മൾ ഒരു 10 റെപ്പിറ്റേഷൻസ് ഇൻറ്റു 3 സെറ്റ്സ് ഓഫ് റെപ്പിറ്റേഷൻസ് അങ്ങനെ ചെയ്യിക്കും. അതുപോലെ തന്നെ എല്ലാ ദിവസവും സ്ട്രെങ്ത് ട്രെയിനിങ് ആയിരിക്കത്തില്ല. അദ്ദേഹം വരുന്ന ഇപ്പോൾ ഈ സെൻറ്ററിൽ എല്ലാ ദിവസവും ഞാൻ വരാം, എന്നെ ട്രെയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചാലും മോസ്റ്റ് വെൽക്കം, ഞങ്ങൾ ട്രെയിൻ ചെയ്യും. എല്ലാ ദിവസവും സ്ട്രെങ്ത് ട്രെയിനിങ് ആയിരിക്കത്തില്ല. ഒരു ദിവസം മസിൽ സ്ട്രെങ്ത് ട്രെയിനിങ് ആയിരിക്കും, ഒരു ദിവസം എൻഡ്യൂറൻസ് ട്രെയിനിങ് ആയിരിക്കും. അങ്ങനെയുള്ള വേരിയേഷൻസ് കാണും. സോ ആ വേരിയേഷൻസ് അനുസരിച്ച് നമ്മൾ ട്രെയിൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു ദിവസം അപ്പർ എക്സ്ട്രെമിറ്റിക്ക് സ്ട്രെങ്ത് ആണെങ്കിൽ ലോവർ എക്സ്ട്രെമിറ്റിക്ക് എൻഡ്യൂറൻസ് ആയിരിക്കും. അല്ലെങ്കിൽ അപ്പർ എക്സ്ട്രെമിറ്റി മാത്രം ചെയ്യും. ആ വ്യക്തിയുടെ കപ്പാസിറ്റി അനുസരിച്ച് ഏത് ലെവലിലാണ് നമ്മുടെ അടുത്ത് വരുന്നത് അതനുസരിച്ച്. ഈ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് വ്യക്തികളുമുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കും. പിന്നീട് നമുക്ക് സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് ഈ സ്ട്രെങ്ത് ട്രെയിനിങ് സ്റ്റേഷനുണ്ട്. അതല്ലാതെ ഈ കാണുന്ന മെഡിസിൻ ബോൾ വെച്ച് നമുക്ക് ട്രെയിൻ ചെയ്യാവുന്നതാണ്. അത് ഈ ബോൾ വെച്ച് ആക്ടിവിറ്റീസ് കൊടുക്കാം. ഇപ്പോൾ ഈ ബോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 kg ബോളാണ്. എല്ലാവർക്കും ഇതേ 3 kg ആയിരിക്കത്തില്ല കൊടുക്കുന്നത്. പല വെയ്റ്റിലുള്ള ആൾക്കാരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ബോൾസ് വേരി ചെയ്ത് ഓരോ മെഡിസിൻ ബോൾസ് കൊടുത്തിട്ട് പല ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കും. സോ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ബേസിക്കലി ഇവർ ഈ ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് വീടുകളിലേക്ക് ചെന്നിട്ട് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴത്തേന് അവർക്കത് വളരെ സിമ്പിളായിട്ട് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ സിമ്പിൾ അല്ലെങ്കിൽ അതിന് പറയുന്നത് വലിയ എഫേർട്ട്ലെസ് ആയിരിക്കും. എന്ന് വെച്ചാൽ അത് ചെയ്തിട്ട് ഒരുപക്ഷെ ഇപ്പോൾ സ്ട്രെങ്ത് കുറവാണെങ്കിൽ അത് ചെയ്താൽ എന്തെങ്കിലും അപകടം പറ്റാമായിരുന്നോ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് വളരെ നിസ്സാരമായിട്ട് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ഇല്ലാതെ പോകും. സോ അതാണ് നമ്മുടെ ഈ സെൻറ്ററിലെ ഹോപ്പ് സീനിയർ സിറ്റിസൺ സെൻറ്ററിലെ സ്ട്രെങ്ത് ട്രെയിനിങ്ങിനെ കുറിച്ചുള്ളത്. അതിൻ്റെ ബെനിഫിറ്റ്സ്, അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ആൻഡ് ഓവറോൾ യൂസേജ്. ഹോപ്പ് സീനിയർ സിറ്റിസൺ സെൻറ്ററിൻ്റെ അഡ്വാൻസ് ഫിസിക്കൽ ആക്ടിവിറ്റി ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ സ്ട്രെങ്ത് കമ്പോണൻറ്റിനെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതിൽ വളരെ നന്ദി. താങ്ക് യു സർ. താങ്ക് യു. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ഹോപ്പ് സീനിയർ സിറ്റിസൺ സെൻറ്ററിൻ്റെ സ്ട്രെങ്ത് ട്രെയിനിങ് സെഷനെ കുറിച്ചിട്ടാണ്.
ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. വരും എപ്പിസോഡുകളിൽ ഇനിയും ഒരുപാട് കമ്പോണൻസിനെ കുറിച്ച് നമുക്ക് കേൾക്കാമെന്ന പ്രതീക്ഷയോടെ നന്ദി.